ശശി തരൂരിനെ തള്ളാനും കൊള്ളാനുമാകാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വം. തരൂരിന്റെ നിലപാടുകളിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുലും വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിന്നിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ആദ്യം തന്നെ തന്റെ നിലപാടുകൾ അത് പരസ്യമായി, അത് കോൺഗ്രസിനെതിരെ ആയാൽ പോലും പരസ്യമായി പറയുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ഇപ്പോൾ തരൂരിനെ കൊണ്ട് വല്ലാത്തൊരു തലവേദനയാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്. എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ശശി തരൂർ എന്ന നേതാവ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഉൾപ്പെടുത്താനും എന്നാൽ പുറത്താക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. നിലവിൽ തരൂരിനെ പോലെ ഒരു നേതാവിനെ പുറത്താക്കുന്നത് വലിയ ദോഷം ചെയ്യും എന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിക്കുമ്പോൾ തുടർച്ചയായി പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും പറയുകയും പാർട്ടി നേതൃയോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്ത തരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗവും വാദിക്കുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രൂക്ഷമായിട്ടുള്ള വിമർശനം ശശി തരൂരിൻ്റെ നിലപാടുകളിൽ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ സംഘടനാ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമായിരുന്നു ഡൽഹിയിൽ ചേർന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും ഒപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തുവാൻ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നിരുന്നു. അതിന് കാരണമായി തരൂർ അറിയിച്ചത് കോഴിക്കോട് ഒരു യോഗത്തിൽ പങ്കെടുക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള യോഗങ്ങളെക്കാൾ സംഘടനാ തലത്തിൽ പ്രാധാന്യമുള്ള യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിനെയും ഒപ്പം തരൂരിൻ്റെ അടുത്തിടെയുള്ള പ്രതികരണങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പരാമർശങ്ങളിലും കടുത്ത അതൃപ്തിയാണ് രാഹുൽ അറിയിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം എന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനോ എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നത്. അടുത്തിടെ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിക്കുകയും കേന്ദ്ര സർക്കാർ നിലപാടുകളെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടും ശശി തരൂർ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും തരൂരിനെ പൂർണ്ണമായും തള്ളാതെയുള്ള പ്രതികരണങ്ങളായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത്. ഏതായാലും ആ വിഷയം രൂക്ഷമായി തുടരുകയാണ്. രാഹുൽ വലിയ അതൃപ്തി ശശി തരൂരിൻ്റെ നിലപാടുകളിൽ അറിയിച്ചിട്ടുണ്ട്. അശ്വതി. ശരി ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ഖാർഗെയും രാഹുലും വിളിച്ച യോഗത്തിൽ തരൂർ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് തരൂർ പങ്കെടുക്കാത്തത്? അത് വലിയൊരു തലവേദന സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിന്. തരൂരിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അതാണ് കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.